ഹായ്. ടർബോ. അപ്പോൾ വൈശാഖും അതേപോലെ മിഥുൻ മാനുവൽ തോമസും മമ്മൂട്ടിയും കൂടെ ഒന്നിക്കുന്ന പുതിയ പടമാണ് ടർബോ. അപ്പോൾ ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മമ്മൂക്കയുടെ ഈയിടെ ഇറങ്ങിയ സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു അല്ലേ. കാതലാണെന്നുണ്ടെങ്കിലും ഭ്രമയുഗാണെന്നുണ്ടെങ്കിലൊക്കെ അതിൻ്റെ ഒരു ജോൺറ വെച്ചിട്ടെല്ലാം പല തരത്തിലുള്ള ജോൺറകളായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ജോൺറയിൽ ഇറങ്ങിയിട്ടുള്ളൊരു സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. ഒരു മാസ് മസാല പടമാണ്. അപ്പൊ ഈ ഒരു പടത്തിന്റെ പ്രത്യേകത, ഇപ്പൊ ഇതിനകത്ത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന കുറേ സംഭവങ്ങളൊന്നും ഈ ഒരു പടത്തിനകത്തില്ല. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ഇന്ന സാധനങ്ങളാണ്, ഇന്നതാണ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നത് ഒക്കെ തന്നെ ആയിരിക്കും ഏറെക്കുറെ ഈ ഒരു സിനിമക്കകത്ത് നമ്മൾ സ്ക്രീനിൽ നടക്കുന്നതും. പക്ഷേ അത് നമ്മളെ ബോറടിപ്പിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പം ഞാൻ ഈ സിനിമ കാണുന്ന സമയത്ത് ഓക്കെ, ഇനി ഇപ്പം നടക്കാൻ പോകുന്നത് ഇന്നതാണ്, ഇനിയിപ്പോൾ ഇവിടെ ഒരു അടി നടക്കും, അടിയിൽ വില്ലനെ അടിച്ചിടും, അങ്ങനത്തെ ഒരു തോട്ടും സാധനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ അതുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ബോറടിക്കുകയോ ഒരു വല്ലാത്തൊരു ബോറിംഗ് സിറ്റുവേഷനിലേക്ക് പോവുകയൊന്നും ചെയ്യില്ല. നല്ല രസത്തിൽ നല്ല വൈബായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ടർബോ. ഇപ്പം ഈ ഒരു സിനിമയിൽ ജോസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ടർബോ ജോസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ടർബോ ജോസ് ഒരു അർബൻ ഒരു ലൈഫ് ഹുഡിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല. അദ്ദേഹം എന്ന് പറഞ്ഞത് വളരെ സാധാരണക്കാരനായിട്ടുള്ള ഇടുക്കിയിൽ ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിലുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഇതിനകത്ത് ടർബോ ജോസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്നസെൻസ്, ആൾക്കാർ ഈ എന്താ പറയാ, ഭയങ്കര എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരു നാട്ടുപ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഇടപെടുന്ന രീതികളുണ്ടല്ലോ. അപ്പൊ ഒരു വലിയൊരു ഓഫീസിൽ പോയാലാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഇടപഴകുന്ന രീതികളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട് ടർബോ ജോസ് എന്ന് പറഞ്ഞാൽ. ഒരു വളരെ സാധാരണക്കാരനാണ്. അപ്പൊ പല സിറ്റുവേഷനിലും ആ ഒരു ഇന്നസെൻസ്, എന്താ പറയാ, വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഓരോ സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറും, അതൊക്കെ കൃത്യമായിട്ട് തന്നെ മമ്മൂക്ക പിടിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടർബോ ജോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഈ സിനിമ കണ്ട സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് മമ്മൂട്ടിനെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഒരു മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഫിഗറാണ് അവിടെ എന്നുള്ളത് നമുക്ക് തോന്നില്ല. ഇപ്പൊ പ്രമേഹത്തിനകത്തും ഈ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് കൊടുമൺ പോറ്റി ആയിട്ട് തന്നെയാണ് നമുക്ക് മമ്മൂക്കനെ കാണുന്നത്. അപ്പോൾ ആ ഒരു മാനറിസം പിടിക്കുന്നത് ഭയങ്കര രസമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സിനിമ ഒരു മാസ് മസാല ഒരു അടിപ്പടാണെങ്കിൽ കൂടെ ഇതിനകത്ത് ചിരിക്കാനുള്ള എലമെന്റുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഇതിനകത്തെ കാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടർബോ ജോസ് ആയിട്ട് മമ്മൂക്ക് വരുന്നുണ്ട്. പിന്നെ മെയിൻ വില്ലനായിട്ട് ഇതിനകത്ത് വരുന്നത് ഷെട്ടിയാണ്, കന്നഡയിലെ ഷെട്ടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു മമ്മൂക്കേനെക്കാട്ടും കുറച്ചും കൂടെ മാസ് ഇൻട്രൊഡക്ഷൻ ഈ പടത്തിൽ കൊടുത്തിട്ടുള്ളത് ഈ വില്ലനാണ്. വില്ലൻ എന്ന് പറയുന്നത് ഒരു സൈക്കോ, നമുക്ക് വില്ലനിസം തോന്നുന്ന ഒരു വില്ലൻ തന്നെയാണ്, ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു വില്ലൻ. ഇപ്പോൾ എനിക്ക് തോന്നിയത് പണ്ടത്തെ സിനിമകളിലൊക്കെ വില്ലൻ എന്ന് പറയുമ്പോൾ ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര ഒരു അഗ്ലി ലുക്കുള്ള ഒരാളാണ് അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ സിനിമകളൊക്കെ അതിൽ നിന്ന് മാറി. എന്താ പറയാ, മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു നായകനെ പോലെ തന്നെ അതേ ഗ്ലാമറും അതേ ഒരു ബിൽഡപ്പ് ഒക്കെ വില്ലനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മമ്മൂക്കനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് തോന്നിയത് ശരിക്കും വില്ലനെയാണ്. പിന്നെ ഇതിനകത്ത് തെലുങ്കിലുള്ള നടൻ സുനിൽ വരുന്നുണ്ട്. സുനിലിന്റെ കോമഡിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതായത് ചില മാനറിസംസ് വെച്ചിട്ടുള്ള കോമഡി ഉണ്ട്. അതായത് ഭയങ്കര ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിലേക്ക് മമ്മൂക്കയും അതേപോലെ തന്നെ സുനിലും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഉണ്ട്, നോൺ വെർബൽ ഇന്ററാക്ഷൻസ് ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. തിയേറ്ററിൽ നല്ല ചിരി പടർത്തിയിട്ടുള്ള ഇന്ററാക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ബിന്ദു പണിക്കർ നല്ല ഒരു കിണ്ണം റോൾ തന്നെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ റോഷാക്കിലെ നല്ല രസമുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റോള് ബിന്ദു പണിക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളാണ് ഇതിനകത്ത് ബിന്ദു പണിക്കർക്കുള്ളത്. ബിന്ദു പണിക്കർ നന്നായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ബിന്ദു പണിക്കറിന്റെ ഒരു മാസ്റ്റർ ഏരിയയാണ് ഇത്തരം കോമഡി എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ബിന്ദു പണിക്കർ പിടിച്ചു പോയിട്ടുണ്ട്. ടർബോ ജോസിന്റെ അമ്മയാണ് ഈ സോഷ്യൽ മീഡിയന്റെയും ഈ ഒരു ഡിജിറ്റൽ മീഡിയന്റെ ഒക്കെ ഒരു കാലത്ത് അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഈ കോമിക്സും അതേപോലെ തന്നെ ഈ എന്താ പറയാ അനിമിയൊക്കെ കാണുന്ന ഒരു അമ്മച്ചിയാണ്. അപ്പോൾ അതിന്റെ ഒക്കെ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അമ്മച്ചിയായിട്ടാണ് ഇതിനകത്ത് ബിന്ദു പണിക്കർ ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് പിടിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത് മ്യൂസിക് ആണ്. മ്യൂസിക് എന്ന് പറയുന്നത് ക്രിസ്റ്റോ സേവിയർ ആണ് ചെയ്തിട്ടുള്ളത്. അഫ്കോഴ്സ് നല്ല മ്യൂസിക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്കോർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പല റിവ്യൂസും കണ്ട സമയത്ത് ആൾക്കാർ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സാധനം എനിക്ക് കുറച്ചും കൂടി പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ടർബോ ജോസ് ഫൈറ്റിന്റെ ഇടയ്ക്ക് ഈ ടർബോ ചാർജറിന്റെ ഒരു സൗണ്ട് ഉണ്ട്. ടർബോ ചാർജറിന്റെ അല്ല, വണ്ടി റേസ് ആക്കുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ. അപ്പോൾ ഈ ടർബോ ചാർജഡ് ആയിട്ടുള്ള വണ്ടികൾ റേസ് ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു ശബ്ദം വരും. ആ ഒരു ചാർജ് കൊടുക്കുന്ന ഒരു ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ഈ
അടീൻ്റെ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് എനിക്ക് നന്നായിട്ട് തോന്നി. കാരണം ഹീസ് ചാർജ്ഡ് ഈസ് ഗോയിങ് ബാക്ക് എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അയാൾ തിരിച്ചു വരാൻ പോകുന്നത്, തിരിച്ചു തല്ലാൻ പോകുന്നു എന്നുള്ളൊരു സാധനം, ഒരു ആന്റിസിപ്പേഷൻ നമുക്ക് ഇട്ട് തരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അത് കൃത്യമായിട്ട് ആ ഒരു മ്യൂസിക് അവിടെ കൊടുക്കുന്നതിലൂടെ കിട്ടി എന്നുള്ളതാണ്. പേഴ്സണലി എനിക്കത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഈ നമുക്കറിയാം ഇത്തരം സിനിമകൾക്ക് ഒരു ഫിക്സഡ് ടെംപ്ലേറ്റ് ഉണ്ട്. ആ ഒരു ടെംപ്ലേറ്റിൽ തന്നെ പോകുന്ന ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ കഥ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥയുണ്ട്. പക്ഷെ ആ കഥേനെക്കാട്ടും കൂടുതലായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ കഥയിലൂടെ അവർ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന സിറ്റുവേഷനും അവിടെ ഉണ്ടാവുന്ന ആ ഒരു കോൺഫ്ലിക്റ്റും അടിയാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തത് ഇതിനകത്തൊരു എന്താ പറയുക, ചേസിങ് സീൻ ഉണ്ട്. ചേസിങ് സീൻ അടിപൊളിയായിരുന്നു. നല്ല കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഈ ചേസിങ് സീനിലാണ് തിയേറ്ററിൽ നന്നായിട്ട് കൈയടി വന്ന ഒരു ഏരിയയും കൂടെ, ഈ ഏരിയ എന്ന് പറയുന്നതും കൂടെ ഈ ഒരു ചേസിങ് സീനാണ്. അതിനകത്ത് വണ്ടി കൊണ്ട് ഇവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വണ്ടി ഓഫ് ആക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നല്ല കൈയടി വന്നായിരുന്നു. നല്ല കിണ്ണമായിട്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ ആ സീനുകളൊക്കെ ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഇമോഷൻസ് വരുന്ന സമയത്താണ്. ഭയങ്കര ഇമോഷണൽ സാധനങ്ങൾ വരുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഇമോഷൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഈ എന്താ പറയാ, ഇതിനകത്ത് നായികന്റെ കാര്യത്തിലാണ് എനിക്കത് കൃത്യമായിട്ട് തോന്നിയത്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് ആ സിറ്റുവേഷൻ പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ ഉണ്ടാവേണ്ട ഇമോഷൻ അതായിരുന്നില്ല എന്നുള്ള ഒരു ഫീല് എനിക്കുണ്ടായി. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്താ പറയാ പ്രകടിപ്പിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു ഇമോഷൻ ആയിരിക്കില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇമോഷൻ കാണാനൊന്നും അല്ല ആ ഒരു പടത്തിന് നമ്മൾ കയറുന്നത്. നമ്മൾ കുറച്ച് അടിയും ഒരു മാസ് മസാല, അതായത് ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ, ജീവിതത്തിൽ നടക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനത്തെ പടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കയറുന്നത്. അപ്പൊ അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം എന്നുള്ളതായിരുന്നു എനിക്ക് തോന്നിയ മറ്റൊരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു പടം കാണാൻ പോകുമ്പോൾ നിങ്ങൾ ഇതിന്റെ നിങ്ങളിങ്ങനെ വെട്ടിമുറിച്ച് ഭയങ്കര ക്രൂഷ്യലായിട്ട് നിങ്ങൾ ഈ ഒരു പടം കാണാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് എൻജോയബിൾ ആവണമെന്നില്ല. ഇത് സത്യത്തിൽ അങ്ങനെ കാണേണ്ട ഒരു പടമാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഇത് നമ്മൾ എന്താ പറയാ, നമ്മൾ ഈ ലോജിക്കിനെ കണക്ട് ചെയ്ത് റിയൽ വേൾഡിനെയൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ ഈ ഒരു പടം കാണാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിരസത തോന്നിയേക്കാം. ഇത് അങ്ങനത്തെ ഒരു പടമല്ല. ഇതെന്ന് പറയുന്നത് റിയൽ ലൈഫിൽ സംഭവിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന, നമ്മുടെ ഡ്രീംസിലൊക്കെ വരുന്ന ചില സാധനങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സിനിമയാണ്. അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ട് നല്ല രസത്തിൽ ഇങ്ങനെ ഒരു അടിച്ചുപൊളി പടം, അടിപിടിയൊക്കെ ആയിട്ടുള്ള ഒരു പടം കാണാനാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പടം തിയേറ്ററിൽ ഇരുന്ന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പോയ തിയേറ്ററിൽ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ ഇതാണ് ടർബോന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നല്ല രസമുള്ള ഒരു മാസ് മസാല പടം. മമ്മൂട്ടിയും അടിപൊളിയായിരുന്നു ഇതിനകത്ത്, ബാക്കിയുള്ള കാസ്റ്റും ക്രൂ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് വില്ലനെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഓഫ്കോഴ്സ് മമ്മൂക്ക സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ മമ്മൂക്കനോടും കൂടെ ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്ത് നിന്നില്ല. പെട്ടെന്ന് തന്നെ വില്ലനെ ഡിഫീറ്റ് ചെയ്തു എന്നുള്ള ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഈ പടം അവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അടുത്ത വെർഷനിലേക്ക് ഉള്ള ഒരു എക്സ്പെക്ടേഷൻ, ഒരു ഹിന്റും കൂടെ ഇട്ടിട്ടാണ് ഈ ഒരു പടം അവസാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടർബോ ജോസിന്റെ വിശേഷങ്ങൾ.